അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഓൺ വോയിസിലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചാണ് സെക്കൻഡ് പ്രഗ്നൻസി ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യണമെന്ന്. എന്ത് ചെയ്യാനാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 3-4 മാസം വോമിറ്റിങ്ങും മൂഡ് സ്വിങ്ങും ഒക്കെ ആയിട്ട് ഞാനങ്ങ് ഒതുങ്ങിക്കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിനുശേഷം 1 മന്ത് ഞാൻ നാട്ടിലുമൊക്കെ പോയി തിരിച്ചു വന്നു. ജോലിക്ക് കയറിയിട്ടാണെങ്കിൽ ജോലിക്ക് പോകാനേ മൂടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും രക്ഷപ്പെട്ടു. ഇപ്പം എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എനിക്ക് എഴുതി തന്നു ഇവിടുന്ന് ഇനി ജോലിക്ക് പോകണ്ടാന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിതാ എൻജോയ്മെൻറ്റിൻ്റെ കാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരുണേട്ടനും കുഞ്ഞും രാവിലെ സ്കൂളിലും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് വലിയ പണികളൊന്നുമില്ല. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നാലൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് എനിക്കൊരു മാങ്ങ തിന്നാനൊരു മോഹം തോന്നിയത്. അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പും മുളകുമായിട്ട് പതിയെ പതിയെ മുക്കി മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നാട്ടിൽ മിസ് ചെയ്യുന്ന ഒത്തിരി കാര്യമാണ്. ഇത് തേങ്ങ വറുത്തതാണ്. അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ് കേട്ടോ. അത് ഒത്തിരി നാൾ നമുക്കിവിടെ ഫ്രീസറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗുഡ് ഐഡിയ ആണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടൊരു തീയലൊക്കെ ഉണ്ടാക്കി ചോറിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ചോറിനാളിൽ തുടങ്ങി കേട്ടോ. എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും തീയിലും തൈരും അച്ചാറൊക്കെ കൂട്ടി ഞാൻ ചോറിനാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ടോ? അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം.